ഇന്നത്തെ നമ്മുടെ ഊണാണ് റെഡിയാക്കണത്. ഉച്ചക്കുള്ള ഉച്ച ഊണ്. അതിനായിട്ട് ചോറ് അടുപ്പത്ത് വെച്ചതാണ്. അപ്പം നമ്മളെ ചോറെല്ലാം വെന്ത് ഇനി കറിക്കായിട്ട് വെണ്ടക്കറി ഉണ്ടാക്കുകയാണ്. വെണ്ടക്ക കറി ഉണ്ടാക്കുക. അതിന് പാൻ ചൂടായിട്ട് അപ്പം നമ്മുടെ ചോറ് വെന്ത് ഇനി കറിക്കായിട്ട് വെണ്ടയാണ് കേട്ടോ കറി വെക്കണേ. വെണ്ട ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക, എണ്ണയിൽ വാട്ടിയെടുക്കുക ആദ്യം. ഏകദേശം നമ്മൾ വെണ്ടൊക്കെ ഒന്ന് വാടിയിന് കേട്ടോ. ഇനി ഈ വെണ്ട എടുത്ത് മാറ്റുക. ഇനി ഈ എണ്ണയിലേക്ക് പച്ചമുളക്, സവാള, ഇതൊന്ന് വാട്ടിയെടുക്കുക. എൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യമായ ഉപ്പ്, ഉള്ളി കുറച്ച് വാടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഇപ്പം തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നാണ്. ഇനി നമുക്കിതിൽ ആവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇപ്പോൾ നമ്മൾ എല്ലാ കറിക്കും അങ്ങനെയാണല്ലോ, മുളക് എടുക്കുന്നതിൻ്റെ ഡബിളല്ലേ എടുക്കൽ. ചില കറികൾക്കൊക്കെ കുറച്ചാണ് എടുക്കൽ അല്ലേ. വെണ്ടക്കറിക്ക് പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്താണ്, കാരണം കുറച്ച് കറി വേണ്ടേ. അതിനായിട്ട് ഈ പച്ചമണൊക്കെ മാറിയപ്പോൾ നമ്മൾ വറുത്ത് പൊരി വെച്ച വെണ്ട ഇട്ട് കൊടുക്കുക. ഇനി കറിക്ക് ആവശ്യമായ വെള്ളം. ഇതെല്ലാം കൂടെ ഒന്ന് ഒരു 5 മിനിറ്റ് നല്ലോണം തിളപ്പിച്ച് വേവിച്ചെടുക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടോ. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ വെണ്ടക്ക കറി വെക്കൽ? നിങ്ങൾ വെക്കുന്ന രീതി പ്ലീസ് എനിക്കൊന്ന് പറഞ്ഞിരണ്ടി. ഞാനിങ്ങനെയാണ് വെണ്ടക്ക കറി വെക്കൽ. പിന്നെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കും, അങ്ങനെ പല ഐറ്റംസ് ഉണ്ടാക്കും. പക്ഷേ കറി ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ചില സമയത്ത് തേങ്ങ അരച്ചിട്ടും വെണ്ടക്ക കറി വെക്കലുണ്ട് കേട്ടോ. ഇപ്പം ചോറ്, ഇന്നത്തെ നമ്മുടെ ഊണിതാണ്. ചോറ്,
വെണ്ടക്ക കറി, പിന്നെ ചമ്മന്തി, തേങ്ങയും പച്ചമുളകും പച്ചമാങ്ങ ഇട്ടിട്ടുള്ള ചമ്മന്തി, തൈര്, പിന്നെ നല്ല അടിപൊളി മീൻ വറുത്തതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അത് അപ്പുറത്തെ ഗ്യാസ് കൊണ്ടുപോയി ഇനി വറുത്തിനെ, അതുകൊണ്ടാണ് എടുക്കാൻ കഴിയാഞ്ഞ്. അപ്പം മീൻ വറുത്തത് 2 പീസ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഊണിതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു, ബൈ. ഇനി നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.